വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിച്ച സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. RSS ബോധപൂർവം നടത്തുന്നതാണിത്. സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്തവർ നടപടി നേരിടേണ്ടി വരും. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഗവർണർ നടത്തുന്നത്. RSSന്റെ അജണ്ടയാണ് ഗവർണറുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ടീച്ചർമാർ കാല് കഴിപ്പിച്ച സംഭവം ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിപ്പിച്ചെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. മാധ്യമങ്ങളിൽ ചിത്രമടക്കം വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വകുപ്പ് 17(1) പ്രകാരം ഇത്തരം നടപടികൾ മെൻ്റൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടും. സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, പാദപൂജയിൽ കടുത്ത എതിർപ്പുകൾ ഉയരുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ, ഒപ്പം മുന്നറിയിപ്പ്, ഇങ്ങനെ കാണാൻ വാക്കുകൾ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഗവർണറെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഈ പാദപൂജ വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരുന്നത്. കാരണം ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞിരുന്നത്. അതിന് കൃത്യമായ ഒരു മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നത്. ശിവൻകുട്ടി ഈ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നത് ശിവൻകുട്ടിയാണ് സർക്കാരിന് വേണ്ടിയെന്ന കാര്യം ആദ്യമേ തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ശിവൻകുട്ടി പറയുന്നത് അത്തരമൊരു സംസ്കാരം കേരളത്തിലില്ല, ഇന്ത്യയിലും അദ്ദേഹം കേട്ടിട്ടില്ല. കാരണം അത് ഒരു ഹറാസ്മെന്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് കാല് കഴിയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു തലത്തിലേക്ക് ആണ് ഗവർണർ ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നത്. RSS എന്തൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഗവർണറും പറയുന്നു എന്നുള്ള കാര്യമാണ് ഗവർണർക്കുള്ള മറുപടിയായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്. കാരണം സർക്കാർ നേരിട്ട് ഇടപെടാൻ പറ്റുന്ന മാനേജ്മെന്റുള്ള തരത്തിലുള്ള സ്കൂളുകളല്ല. അതുകൊണ്ട് എങ്കിൽ പോലും വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സർക്കാർ തലത്തിൽ കൂടി ആലോചിച്ചതിന് ശേഷം എന്ത് തുടർ നടപടി സ്വീകരിക്കാമെന്ന് ആലോചിക്കുമെന്ന് പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇങ്ങനെയൊക്കെ കാല് കഴിയിപ്പിക്കണോ, ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണോ, സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യം ആളുകൾ ചിന്തിക്കണം. അതല്ല എന്നുള്ള ആളുകൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്നും ഞങ്ങൾ കുട്ടികൾ ചെയ്യിച്ചുകൂടാ എന്നുള്ളൊരു കാര്യം പറയേണ്ടത് രക്ഷിതാക്കളാണ്, പൊതുസമൂഹമാണ് ഇതിന് മുന്നോട്ട് വരേണ്ടത് എന്നുള്ള കാര്യം ശിവൻകുട്ടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്.